ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതികമ ചാനലിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2026 ഏപ്രിൽ 19 ശുക്രൻ ഇടവൻ രാശിയിലേക്ക് രാശി മാറുന്നത്, അതായത് ശുക്രൻ സ്വക്ഷേത്രത്തിലേക്ക് രാശി മാറുന്നത് ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും ഏത് രീതിയിൽ സ്വാധീനിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഏപ്രിൽ മാസം 19 ശുക്രൻ സ്വക്ഷേത്രമായ ഇടവൻ രാശിയിലേക്ക് രാശി മാറുന്നത്. മെയ് 13 വരെ ആ ശുക്രൻ ഇടവൻ രാശിയിൽ സ്വക്ഷേത്രത്തിൽ ബലവാനായിരിക്കും. അപ്പോൾ പ്രത്യേകിച്ച് കാലപുരുഷൻ്റെ ധനസ്ഥാനമാണ് ഇടവൻ രാശി എന്ന് പറയുന്നത്. അപ്പോൾ ശുക്രൻ ആ ധനസ്ഥാനത്ത് വരിക എന്ന് പറയുമ്പോൾ അത് വളരെ ഗുണാനുഭവം ഉണ്ടാകും. പ്രത്യേകിച്ച് ശുക്രൻ ധനത്തിൻ്റെയും സമ്പത്തിൻ്റെയും സൗഭാഗ്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും സുഖസൗകര്യങ്ങളുടെയും അഭിവൃദ്ധിയുടെയും പ്രണയത്തിൻ്റെയും വിവാഹത്തിൻ്റെയും മറ്റ് ആസ്വാദനകളുടെയും കലകളുടെയൊക്കെ തന്നെ ഗ്രഹമായിട്ട് നമുക്ക് ശുക്രനെ കാണാം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ശുക്രൻ ഇടവൻ രാശിയിലൊക്കെ വരുമ്പോൾ നമുക്ക് ഭൗതിക സുഖങ്ങളുടെയൊക്കെ ഒരു രാശി എന്ന് പറയാം. അപ്പോൾ ജാതകത്തിലൊക്കെ ശുക്രൻ ഇഷ്ടസ്ഥാനത്തൊക്കെയാണ് നിൽക്കുന്നതെങ്കിൽ ഈ ശുക്രൻ്റെ ഇടവൻ രാശിയിലേക്കുള്ള രാശിമാറ്റം വളരെ ഗുണാനുഭവം ഉണ്ടാക്കുമെന്ന് പറയാം. അപ്പോൾ ശുക്രൻ സ്വന്തം രാശിയിലേക്ക് രാശി മാറുമ്പോൾ സ്വാഭാവികമായിട്ട് കൂടുതൽ സുരക്ഷിതത്വം, കൂടുതൽ സുഖം, കൂടുതൽ അഭിവൃദ്ധി, അതുപോലെ കൂടുതൽ പരിപാലനം, സമാധാനം, സന്തോഷം ഒക്കെ ഉണ്ടാകാവുന്ന സമയമാണ്. അപ്പോൾ ഏത് രീതിയിലായിരിക്കും ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും ഈ ശുക്രൻ ഇടവൻ രാശിയിലേക്ക് രാശി മാറുന്നത് സ്വാധീനിക്കുന്നു നോക്കാം. ഈ വീഡിയോയിൽ ധനു, മകരം, കുംഭം, മീനം കൂറുകാർക്കും ലഗ്നക്കാർക്കും ശുക്രൻ ഇടവൻ രാശിയിലേക്ക് രാശി മാറുന്നത് ഏത് രീതിയിൽ സ്വാധീനിക്കുന്നു നോക്കാം. ആദ്യം ധനു കൂറുകാർക്കും ധനു ലഗ്നക്കാർക്കും. ധനുക്കൂറുകാരെന്ന് പറയുമ്പോൾ മൂലം, പൂരാടം, ഉത്രാട നക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിൽപ്പെടുന്നവരാണ്. അപ്പം ധനുക്കൂറുകാർക്കും ധനു ലഗ്നക്കാർക്കും ശുക്രൻ 6ാം ഭാവാധിപനുമാണ്, 11ാം ഭാവാധിപനുമാണ്. ആ ശുക്രൻ ഏപ്രിൽ 19 6ാം ഭാവാധിപനായ ശുക്രൻ 6ാം ഭാവരാശിയിലേക്ക് രാശി മാറുകയാണ്. മെയ് 13 വരെ ആ ശുക്രൻ 6ാം ഭാവരാശിയിൽ ഉണ്ടാകും. അപ്പോൾ പ്രത്യേകിച്ച് ഈ ദൈനംദിന പ്രവർത്തനം, 6ാം ഭാവാധിപൻ 6ൽ വരിക എന്ന് പറയുമ്പോൾ ദൈനംദിന പ്രവർത്തനങ്ങളിലൊക്കെ വളരെ ഫോക്കസ് കൂടുന്ന സമയമായിരിക്കും. അതായത് നമ്മൾ ഏർപ്പെട്ട കാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്ന സമയമാണ്. പൊതുവെ ഓരോ ദിവസവും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെപ്പറ്റി വ്യക്തമായിട്ടുള്ളൊരു ധാരണ ഈ സമയത്തുണ്ടാകും. പ്രത്യേകിച്ച് നമ്മുടെ ആഗ്രഹങ്ങൾ, ലക്ഷ്യങ്ങൾ ഇവയൊക്കെ മുൻകൂട്ടി നിർണയിച്ച് അതിനുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന സമയമാണ്. 6ാം ഭാവാധിപൻ ബലവാനാണ് എന്നുള്ളത് കൊണ്ട് നമുക്ക് എന്ത് പ്രതിസന്ധികളും ഏത് പ്രോബ്ലംസും ഒക്കെ നമുക്ക് തരണം ചെയ്യാൻ കഴിയും. തൊഴിലിടത്തൊക്കെ സുഖാനുഭവം ഉണ്ടാകുന്ന സമയമാണ്. കോവർ കേസുമായിട്ടൊക്കെ ഉള്ള പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടുന്ന സമയമാണ്. പൊതുവെ നമുക്ക് പ്രത്യേകിച്ച് ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവർ ഏതെങ്കിലും ഇൻ്റർവ്യൂകളിൽ, കോമ്പറ്റിറ്റീവ് എക്സാമിനേഷനിൽ, ഇൻ്റർവ്യൂവിൽ, ടെസ്റ്റിലൊക്കെ പങ്കെടുക്കുകയാണെങ്കിൽ 6ാം ഭാവാധിപൻ 6ൽ വരുന്നത് അവർക്ക് സന്തോഷാനുഭവം തരുന്ന സമയമായിരിക്കും. അതുപോലെ തന്നെ 6ാം ഭാവാധിപൻ 6ൽ വരിക എന്ന് പറയുന്നത് വിപരീത രാജയോഗമാണ്. അത് പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് സഡൻ റിക്കവറി, സഡൻ റിലീഫൊക്കെ കിട്ടാവുന്ന സമയമാണ്. വർക്ക് എൻവറോൺമെൻ്റൊക്കെ വളരെ ഫേവറബിൾ ആവുന്ന സമയമായിരിക്കും എന്ന് പറയാം. അതുപോലെ തന്നെ ഈ 6ൽ ശുക്രൻ ബലവാനാകുക എന്ന് പറയുമ്പോൾ തൊഴിലിടത്ത്, സേവന മേഖലകളിലൊക്കെ സുഖാനുഭവങ്ങൾ ഉണ്ടാകും. കോവർ കേസുമായിട്ട് സുഖാനുഭവം ഉണ്ടാകും. ശത്രുശല്യമൊക്കെ കുറയുന്ന സമയമാണ്. അതുപോലെ ഈ നമുക്ക് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കണക്ഷൻ നമുക്ക് തൊഴിലിടത്ത് ഉണ്ടാകും എന്ന് പറയാം. അതൊക്കെ വളരെ ഗുണാനുഭവം ഉണ്ടാക്കും. പ്രത്യേകിച്ച് അതുപോലെ തന്നെ ശുക്രൻ 11ാം ഭാവാധിപനും കൂടെയാണ്, നേട്ടത്തിൻ്റെ ഗ്രഹമാണ്. ആ 11ാം ഭാവാധിപനായ ശുക്രൻ 6ൽ വരിക എന്ന് പറയുമ്പോൾ നമുക്ക് സേവന മേഖലകളിൽ, നമ്മൾ പ്രവർത്തന മേഖലകളിൽ നമ്മൾ എന്തൊക്കെ ആഗ്രഹങ്ങൾ വെച്ച് പുലർത്തിയിട്ടുണ്ടോ അതൊക്കെ നേടിയെടുക്കാൻ കഴിയുന്ന സമയം എന്ന് പറയാം. അല്ലെങ്കിൽ ആ പ്രവർത്തന മേഖലയിലുള്ള പ്രശ്നങ്ങൾ നിവർത്തിക്കുന്ന സമയം എന്ന് പറയാം. അതുപോലെ തന്നെ ജ്യേഷ്ഠ സഹോദരങ്ങൾക്ക് തൊഴിലിൽ നേട്ടം ഉണ്ടാകുന്ന സമയമായിരിക്കും. അതുപോലെ ഫ്രണ്ട്ഷിപ്പ് വഴി അതുപോലെ ഈ തൊഴിൽ നേട്ടം ഉണ്ടാകുന്ന സമയമായിരിക്കും. ജ്യേഷ്ഠ സഹോദരൻ്റെയൊക്കെ ആരോഗ്യത്തിൽ, പ്രത്യേകിച്ച് 11ാം ഭാവാധിപൻ 6ലൊക്കെ വരുമ്പോൾ ജ്യേഷ്ഠ സഹോദരൻ്റെ ആരോഗ്യത്തിൽ അല്പം കെയർ കൊടുക്കേണ്ടുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് കടബാധ്യതയൊക്കെ ഉള്ളവർക്ക് ആ കടബാധ്യത തീർക്കുന്നതിനൊക്കെ അനുകൂല സമയമാണ്. കടം തിരിച്ചടയ്ക്കുന്നതിനുള്ള ഒരു കഴിവ്, മാർഗങ്ങളൊക്കെ ഈ സമയത്ത് കണ്ടെത്തും. അതേസമയം പണം നമ്മൾ ഈ അമിതമായിട്ട് സ്പെൻഡ് ചെയ്യാനുള്ള ഒരു ഹാബിറ്റ് ചിലപ്പോൾ ഈ സമയത്തുണ്ടാകാം. പണം ദൂർത്തടിക്കാതെ
അവയൊക്കെ നമ്മളെ പ്രധാന ലക്ഷ്യങ്ങളൊക്കെ ആയിട്ട് ആ പണം വിനിയോഗിക്കാൻ ശ്രദ്ധിക്കണം. കാരണം കയ്യിൽ കാശുണ്ട്, എന്തും ചിലവാക്കുന്ന ഒരു സ്വഭാവം ചിലപ്പോൾ ഈ സമയത്തുണ്ടാകാം. അവിടെ ശ്രദ്ധിക്കണം. ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ മുക്തി ഉണ്ടാവും. തൊഴിലിടത്ത് നിലവിലുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കും. അതുപോലെ മറ്റുള്ളവരെ സേവിക്കുന്നതിനും അവരെ സംരക്ഷിക്കുന്നതിനൊക്കെയുള്ള സമയം ഈ കണ്ടെത്തുന്ന സമയം എന്നും കൂടെ പറയാം. 11-ാം ഭാവാധിപൻ 6-ലാകുക എന്ന് പറയുമ്പോൾ ധനം ചെലവ് ചെയ്യുന്നതിൽ അല്പം ശ്രദ്ധ കൊടുക്കണം. കയ്യിൽ കാശ് വരും, ആ കാശ് നമ്മൾ ചെലവ് ചെയ്യുന്നതിൽ ശ്രദ്ധിക്കണം. അതുപോലെ പണം കടം കൊടുക്കുന്നതിന് അനുകൂല സമയമല്ല. ലോണിനൊക്കെ അപേക്ഷിച്ചിട്ടുള്ളവർക്ക് അത് കിട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ ഈ ഡെയിലി വേജ് ഏണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തൊഴിലവസരങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ പ്രത്യേകിച്ച് ഈ വ്യവഹാരങ്ങളുള്ള ഒരു കേസുകളുള്ളവർ അവർക്കൊക്കെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ശുക്രൻ 12-ലൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചിലപ്പോൾ ദൂരയാത്രകൾ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം. ഇപ്പോൾ ഇൻ്റർവ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ടൂറുമായിട്ടൊക്കെ ബന്ധപ്പെട്ടൊക്കെ ചിലപ്പോൾ യാത്രകൾ, ഷോപ്പിങ്ങുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചിലപ്പോൾ ദൂരയാത്രകളൊക്കെ ചിലപ്പോൾ ഈ സമയത്തുണ്ടാകാം. അപ്പോൾ എൻജോയ്മെൻറ്റിന് വേണ്ടിയുള്ള യാത്രകളുമൊക്കെ ചിലപ്പോൾ ഈ സമയത്തുണ്ടാകാം. പക്ഷേ ഇതിനൊക്കെ നമുക്ക് കയ്യിൽ നിന്ന് കാശ് ചിലവാകുന്ന സമയമാണ് എന്നും കൂടെ മനസ്സിലാക്കുക. വിവിധ കാര്യങ്ങൾ സാധിക്കുന്നതിന് പണം ചെലവ് ചെയ്യുന്ന സമയമാണ് എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുക. 11-ാം ഭാവാധിപൻ 6 നിന്നിട്ട് 12-ലെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ആഗ്രഹങ്ങൾ നിവർത്തിക്കുന്നതിന് വേണ്ടിയുള്ള ചെലവ് ഈ സമയത്ത് കൂടും. അതേസമയം അധാർമികമായിട്ടുള്ള പ്രവർത്തനം വഴിയോ അതുപോലെ മറ്റെന്തെങ്കിലും അഡിക്ഷൻ വഴിയോ ഒക്കെ സുഖം കണ്ടെത്താൻ ഉള്ള ഒരു ശ്രമം ഈ സമയത്ത് ഉപേക്ഷിക്കണം. നമ്മൾ ബാഡായിട്ടുള്ള ഹാബിറ്റിലൊക്കെ പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം. പക, പ്രതികാര ബുദ്ധി ഇവയൊക്കെ ഒഴിവാക്കി സാത്വിക മാർഗങ്ങളൊക്കെ അവലംബിച്ച് പോകുന്നവർക്ക് വളരെ ഗുണാനുഭവം ഈ സമയത്ത് ഉണ്ടാകും എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ ഈ കൂറുകാർ അല്പം എന്തെങ്കിലുമൊക്കെ സേവനങ്ങൾ, ചാരിറ്റി പ്രവർത്തനങ്ങൾ, ഡൊണേഷൻ ഇവയൊക്കെ ചെയ്യുന്നത് വളരെ ഗുണാനുഭവം അവർക്ക് ഈ സമയത്ത് ഉണ്ടാകും. ഇനി മകരക്കൂറുകാർക്കും മകരലഗ്നക്കാർക്കും ശുക്രൻ ഇടവൻ രാശിയിലേക്ക് രാശി മാറുന്നത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം. മകരക്കൂറുകാർ എന്ന് പറയുമ്പോൾ ഉത്രാട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 3 പാദം, തിരുവോണം, അതുപോലെ അവിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 2 പാദത്തിൽ പെടുന്നവരാണ്. ഇപ്പോൾ മകരക്കൂറുകാർക്കും മകരലഗ്നക്കാർക്കും 5ഉം 10ഉം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ 5ഉം 10ഉം ഭാവാധിപൻ എന്ന് പറയുമ്പോൾ യോഗകാരകനായിട്ടുള്ള ശുക്രൻ പ്രത്യേകിച്ച് ഏപ്രിൽ 19-ന് 5-ാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത്. ആ ശുക്രൻ മെയ് 13 വരെ 5-ാം ഭാവരാശിയിൽ ബലവാനായിട്ട് ഉണ്ടാകും. ഇപ്പോൾ ശുക്രൻ സ്വക്ഷേത്ര ബലവാനാണ് എന്ന് മനസ്സിലാക്കുക. 5-ല് യോഗകാരകനുമാണ്. അപ്പോൾ യോഗകാരകൻ വളരെ ത്രികോണസ്ഥാനത്ത് ബലവാനായിട്ട് വരികയാണ്. 5-ാം ഭാവാധിപൻ എന്ന് പറയുമ്പോൾ തന്നെ 5-ാം ഭാവം ധർമ്മ ത്രികോണ രാശിയാണ്. അറിവ്, പഠനം, ടാലൻറ്റ് ഇവയൊക്കെ മെച്ചപ്പെടുത്തുന്നതിന് അനുകൂല സമയമാണ്. ക്രിയേറ്റീവ് വർക്കിലൊക്കെ ശോഭിക്കും. ടീച്ചിങ് എബിലിറ്റിയൊക്കെ കൂടുന്ന സമയമാണ്. അതുപോലെ തന്നെ നമ്മൾ കലാകാരന്മാർക്ക് നൃത്തം, സംഗീതം, സാഹിത്യം ഇവയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിക്കുന്നവർക്കൊക്കെ അനുകൂല സമയമാണ്. സന്താനങ്ങൾക്ക് വളരെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ്. സന്താനങ്ങളുമായിട്ട് സന്തോഷാനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമായിരിക്കും. സ്പെക്കുലേറ്റീവ് ബിസിനസ് വഴി, ഷെയർ മാർക്കറ്റ് വഴിയൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കൊക്കെ വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. അതുപോലെ റൊമാൻറ്റിക് റിലേഷൻഷിപ്പൊക്കെ ശക്തമാകുന്ന സമയമായിരിക്കും. പുതിയ എന്തെങ്കിലുമൊക്കെ നമ്മൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും അവർക്കൊക്കെ ഈ സ്റ്റാർട്ടപ്പുകൾ, പുതിയ സംരംഭങ്ങൾ ഇവയൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് പ്ലാൻ ചെയ്ത് അത് തുടങ്ങുന്നതിനൊക്കെ അനുകൂല സമയമാണ്. അതുപോലെ തന്നെ പ്രത്യേകിച്ച് 5-ാം ഭാവം എന്ന് പറയുന്നത് മന്ത്രസിദ്ധിയുടെയൊക്കെ ഭാവമാണ്. ഉപാസനാദി കാര്യങ്ങളിൽ മന്ത്രം അർച്ചിക്കുന്നതിലൊക്കെ തന്നെ താല്പര്യം ഉണ്ടാകും. അങ്ങനെ നമുക്ക് ഈശ്വര കടാക്ഷമൊക്കെ ഉണ്ടാകുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട്. പൊതുവേ നമുക്ക് ശരിയേത് തെറ്റേത് എന്ന് വിവേചിച്ച് അറിയാനുള്ള ഒരു കഴിവ് ഈ സമയത്തുണ്ടാകും. പോസിറ്റീവ് ചിന്തകൾ ഉണ്ടാകും എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് 10-ാം ഭാവാധിപനും കൂടിയാണ് ആ ശുക്രൻ. അപ്പോൾ ഈ 10-ാം ഭാവാധിപനായ ശുക്രൻ 5-ൽ വരിക എന്ന് പറയുമ്പോൾ തൊഴിൽപരമായിട്ട് സന്തോഷാനുഭവങ്ങൾ ഉണ്ടാകും. പ്രത്യേകിച്ച് 10-ാം ഭാവാധിപൻ, കേന്ദ്രഭാവാധിപൻ ത്രികോണസ്ഥാനത്ത് വരികയാണ്. അത് മാത്രമല്ല 10-ാം ഭാവാധിപൻ ഭാവത്തിൻ്റെ 8-ലാണ് വരുന്നത്. അപ്പോൾ തൊഴിലിൽ സഡനായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ട്രാൻസ്ഫർമേഷൻ, ഒരു പരിവർത്തനം തൊഴിലിടത്തുണ്ടാകാൻ സാധ്യതയുണ്ട്. അതേസമയം തൊഴിലിടത്ത് ഈ കുറുകാരുടെ ചിന്തയും മേലുദ്യോഗസ്ഥരുടെയൊക്കെ തന്നെ ചിന്തയൊക്കെ ചിലപ്പോൾ ഒരുപോലെ ആകണമെന്നില്ല എന്നുള്ള മനസ്സിലാക്കുക. എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് പോലെ അവർ ചിന്തിക്കണമെന്നില്ല. അങ്ങനെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ചിലപ്പോൾ തൊഴിലിടത്ത് മേലുദ്യോഗസ്ഥരുമായിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. അവിടെ ഒന്ന് ശ്രദ്ധിക്കണം.
അപ്പോൾ എന്തെങ്കിലുമൊക്കെ അത് മുഖാന്തരം എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ തൊഴിലിടത്ത് ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. അവിടെ നമ്മൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് 10ാം ഭാവത്തിൻ്റെ അഷ്ടമത്തിലേക്കാണ് വരുന്നത്. അപ്പം മേലുദ്യോഗസ്ഥരുമായിട്ടുള്ള അവരുടെ ഗൂഢാലോചനകളിൽ വീഴാതിരിക്കാൻ ശ്രദ്ധിക്കണം. ചിലപ്പോൾ അവർ നമ്മളുമായിട്ട് സഹവർത്തിത്വമൊക്കെ കാണിച്ച് നമ്മുടെ മനസ്ഥിതിയൊക്കെ മനസ്സിലാക്കി നമുക്കെതിരെ തന്നെ ചിലപ്പോൾ ഗൂഢാലോചന പ്രവർത്തനങ്ങൾ നടത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഒരു കെയർ കൊടുത്ത് പോകുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ പൊതുവേ പ്രണയചിന്തകൾ, സുഖ അനുഭവങ്ങൾ ഒക്കെ ഉണ്ടാകും 5ാം ഭാവാധിപൻ 5ൽ ബലവാനായിട്ടൊക്കെ വരുമ്പോൾ. അതുപോലെ സന്താനലബ്ധിക്കായിട്ട് കാത്തിരിക്കുന്നവർക്കും വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസ് ഈ സമയത്ത് പ്രതീക്ഷിക്കാം. ആധ്യാത്മിക ചിന്തയൊക്കെ കൂടുന്ന സമയം, ഉപാസനാദി കാര്യങ്ങളിൽ മനസ്സ് ഫോക്കസ് ചെയ്യുന്ന സമയം, പൊതുവേ നമുക്ക് മനസ്സിൻ്റെ ഭയമൊക്കെ മാറി മനോബലമൊക്കെ കൂടുന്ന സമയമെന്ന് പറയാം. മനസ്സിന് സന്തോഷം ഉണ്ടാകുന്ന സമയമെന്ന് പറയാം. അപ്പം അതുപോലെ തന്നെ ശുക്രൻ 11ലൊക്കെ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ്. അപ്പോൾ സാമ്പത്തിക നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട്. 11ലൊക്കെ ശുക്രൻ്റെ ദൃഷ്ടിയൊക്കെ വരുമ്പോൾ പല സോഴ്സിൽ നിന്നൊക്കെ നമുക്ക് ധനാഗമനം ഉണ്ടാകും, അത് പ്രതീക്ഷിക്കാം. അതുപോലെ സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ, ഇവർ വഴിയൊക്കെ ചില ഗുണാനുഭവങ്ങളൊക്കെ ഈ സമയത്ത് പ്രതീക്ഷിക്കാം. പൊതുവേ ഇച്ഛാപൂർത്തി സ്ഥാനത്ത് ശുക്രൻ്റെ സ്ഥിതിയൊക്കെ വരുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ നിവർത്തിക്കാൻ കഴിയുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഈ സമയത്ത് ഉണ്ടാകും. ധനാഗമനം കൂടുന്ന സമയമാണ്. ബിസിനസ്സുകാർക്ക് അനുകൂല സമയമാണ്. ലാഭവർധന ഉണ്ടാകും, വരുമാന വർധന ഉണ്ടാകും, സുഖസൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്താനാകും. അതേസമയം 11ലൊക്കെ ശുക്രൻ്റെ ദൃഷ്ടി വരുമ്പോൾ നമ്മൾ എതിർലിംഗക്കാരുമായിട്ടുള്ള സൗഹൃദത്തിലൊക്കെ അല്പം കെയർ വേണം. നമ്മുടെ സോഷ്യൽ റിലേഷൻഷിപ്പിൽ, അതുപോലെ ഫ്രണ്ട്ഷിപ്പിൽ ഒക്കെ ഒരു കെയർ കൊടുത്ത് പോകണം. വീട്, വാഹനമൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും അനുകൂല സമയമാണ്. ഇൻഹെറിറ്റഡ് പ്രോപ്പർട്ടി വഴിയൊക്കെ ചില അപ്രതീക്ഷിത നേട്ടങ്ങളൊക്കെ ഈ സമയത്ത് പ്രതീക്ഷിക്കാം. ഇനി നമുക്ക് കുംഭക്കൂറുകാർക്കും കുംഭ ലഗ്നക്കാർക്കും ശുക്രൻ ഇടവൻ രാശിയിലേക്ക് രാശി മാറുന്നത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് നോക്കാം. കുംഭക്കൂറുകാരെന്ന് പറയുമ്പോൾ അവിട്ട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 2 പാദം, ചതയം, അതുപോലെ പൂരിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദത്തിൽ പെടുന്നവരാണ്. കുംഭക്കൂറുകാർക്കും കുംഭലഗ്നക്കാർക്കും ശുക്രൻ 4ാം ഭാവാധിപനാണ്, 9ാം ഭാവാധിപനുമാണ്. അപ്പോൾ 4ഉം 9ഉം ഭാവാധിപനെന്ന് പറയുമ്പോൾ തന്നെ യോഗകാരകനാണ് ശുക്രൻ. ആ ശുക്രൻ, യോഗകാരകനായ ശുക്രൻ 4ാം ഭാവരാശിയിൽ ബലവാനായിട്ട് 4ാം ഭാവരാശിയിലേക്ക് ഏപ്രിൽ 19 രാശി മാറുകയാണ്. മെയ് 13 വരെ ആ സുഖസ്ഥാനത്ത് ബലവാനായിട്ട് സ്ഥിതി ചെയ്യും. അപ്പോൾ പൊതുവേ സുഖസ്ഥാനാധിപൻ വരിക എന്ന് പറയുമ്പോൾ സുഖാനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയം. അപ്പോൾ 4ൽ ശുക്രന് പൊതുവേ ദിഗ്ബലമുള്ള സമയമാണ്. അപ്പോൾ കുടുംബാംഗങ്ങളുമായിട്ട് അല്ലെങ്കിൽ കുടുംബാംഗങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് വളരെ ശക്തമാകുന്ന സമയമാണ്. കുടുംബ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്ന സമയമാണ്. ജീവിത പങ്കാളി വഴിയൊക്കെ സുഖസൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനാകുന്ന സമയമാണ്. സാമ്പത്തിക പ്രശ്നങ്ങൾ കുറയുന്ന സമയമെന്ന് പറയാം. കുടുംബത്തിൽ സുഖം, സന്തോഷമൊക്കെ അനുഭവപ്പെടും. പൊതുവെ സാമ്പത്തിക സുഖം ഉണ്ടാകുന്ന സമയം. വീട്, വാഹനം വാങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക്, അങ്ങനെ കാലികമായിട്ട് നമ്മൾ ആഗ്രഹിച്ചു പോരുകയാണ്, എന്തെങ്കിലും നമുക്കൊരു പാർപ്പിടം വേണം, അല്ലെങ്കിൽ ഒരു വാഹനം വേണം, അല്ലെങ്കിൽ നമ്മൾ വീട് ഒന്ന് മോഡിഫിക്കേഷൻ നടത്തണം. അപ്പോൾ അതിനൊക്കെ അനുകൂല സമയമാണ് ഈ 4ാം ഭാവാധിപനായ ശുക്രൻ 4ൽ ബലവാനായിട്ട് വരുന്നത്. ഇപ്പോൾ വീട് നവീകരിക്കുന്നതിന് അനുകൂല സമയമാണ്. സുഖസൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് അനുകൂല സമയമായിട്ടൊക്കെ കാണുന്നുണ്ട്. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളിലും ഒക്കെ തന്നെ വിശ്വസിച്ച് പോകുന്ന സമയമായിരിക്കും. അതുപോലെ തന്നെ ശുക്രൻ 9ാം ഭാവാധിപനാണ്. 9ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ 4 വരികയാണ്. അപ്പോൾ പൊതുവെ 9ാം ഭാവാധിപൻ ഭാവത്തിൻ്റെ 8ലാണ് വരുന്നു എന്നുള്ളത് കൊണ്ട് ചിലർക്ക് ഇൻഹെറിറ്റൻസ് വഴി എന്തെങ്കിലും ഒരു സഡൻ നേട്ടം നമുക്ക് ചിലപ്പോൾ ഉണ്ടാകാം. ചിലപ്പോൾ എന്തെങ്കിലും പിന്തുടർച്ച വഴി, അല്ലെങ്കിൽ കുടുംബ വസ്തുവൊക്കെ ഭാഗിച്ച് അതുവഴി എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. അതുപോലെ പിതാവ് വഴി എന്തെങ്കിലും നേട്ടം ഉണ്ടാകാം. പിതാവ് വഴി ഉള്ള പ്രതീക്ഷിത നേട്ടങ്ങളുണ്ടാകാം. അതേസമയം നമ്മുടെ ഹെൽത്ത്, പ്രത്യേകിച്ച് പിതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ ശുക്രൻ 9ാം ഭാവാധിപനും കൂടെയാണ്, ഭാവത്തിൻ്റെ അഷ്ടമത്തിൽ വരികയാണ്. അതുപോലെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ 4ാം ഭാവാധിപൻ 4ൽ ബലവാനായിട്ടൊക്കെ നിൽക്കുമ്പോൾ അപ്രതീക്ഷിതമായിട്ടുള്ള, കാരണം 9ാം ഭാവാധിപൻ 4ൽ വന്ന് നിൽക്കുകയാണ്. 9ൻ്റെ അഷ്ടമമാണ് ഈ 4 എന്ന് പറയുന്നത്. അപ്പോൾ അത് ഈ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ചില അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള നേട്ടങ്ങൾ അവർക്കുണ്ടാകും. ചിലർക്ക് അവരുടെ ഭൂമിയൊക്കെ കൂടുതൽ ഭൂമി വാങ്ങുന്നതിനോ
അവരുടെ വിസ്തൃതമായ ലാൻഡഡ് പ്രോപ്പർട്ടി വഴിയൊക്കെ എന്തെങ്കിലുമൊക്കെ വലിയ വലിയ ബംഗ്ലാവ് അങ്ങനെയൊക്കെയുള്ള അത് വീട് പുതുക്കി വലുതാക്കുക, അല്ലെങ്കിൽ വലിയ ഏതെങ്കിലും ഒരു ബംഗ്ലാവ് കൈവശം വന്നു ചേരുക, അങ്ങനെയൊക്കെയുള്ള ഒരു സാധ്യത ഈ 4-ാം ഭാവാധിപനായ ശുക്രൻ 4-ൽ ബലവാനായിട്ട് വരിക വഴി ഉണ്ടാകും. പിതാവ് വഴിയോ മാതാവ് വഴിയോ പിന്തുടർച്ച അവകാശം വഴിയോ ഒക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ ഈ സമയത്ത് പ്രതീക്ഷിക്കാം. അപ്പോൾ പൊതുവെ മോക്ഷ ത്രികോണത്തിലാണ് ആ ശുക്രൻ എന്നതിനാൽ ആത്മീയ ഉപാസനാദി കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുത്തു പോകുന്നവർക്ക് പൊതുവെ സുഖാനുഭവം ഉണ്ടാകും. അവരുടെ മാനസിക ടെൻഷനൊക്കെ കുറയുന്ന സമയമാണ്. അതുപോലെ തന്നെ അത് നമുക്ക് മനസ്സമാധാനമൊക്കെ തരും എന്നും കൂടെ മനസ്സിലാക്കുക. അതുപോലെ തന്നെ മാതാവിന് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ആശ്വാസം ഉണ്ടാകും. മാതാവുമായിട്ടുള്ള ബന്ധമൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്ന സമയമായിരിക്കും. ഇപ്പോൾ പൊതുവെ കുടുംബാംഗങ്ങളുമായിട്ടൊക്കെ സന്തോഷാനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്ന മംഗളകർമ്മങ്ങൾക്കൊക്കെ സാധ്യതയുള്ള സമയമായിട്ടും കൂടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സാഹചര്യങ്ങൾ മനസ്സിലാക്കിയൊക്കെ ആക്ട് ചെയ്യാൻ കഴിയുന്ന സമയം എന്നും കൂടെ പറയാം. ശുക്രൻ 10ലേക്കാണ് ദൃഷ്ടി ചെയ്യുന്നത്. അപ്പോൾ പൊതുവെ നമുക്ക് 10ലൊക്കെ ശുക്രൻ്റെ ദൃഷ്ടി വരുമ്പോൾ തൊഴിലിടത്തൊരു സുഖാനുഭവം ഉണ്ടാകും. തൊഴിലിടത്ത് പ്രശ്നങ്ങൾ കുറയും. തൊഴിലിടത്ത് സുഖസൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്താനാകുന്ന സമയമാണ്. സർക്കാർ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് തൊഴിലിടത്ത് എന്തെങ്കിലുമൊക്കെ നിസ്സഹകരണം ഉണ്ടെങ്കിൽ ആ നിസ്സഹകരണമൊക്കെ മാറിക്കിട്ടും. അവരുമായിട്ടുള്ള സൗഹൃദങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്ന സമയമാണ്. തൊഴിലിടത്ത് സന്തോഷാനുഭവങ്ങളുണ്ടാകും. അതുപോലെ തന്നെ തൊഴിലിടത്ത് നമുക്ക് സ്ത്രീകളുടെയൊക്കെ എന്തെങ്കിലുമൊക്കെ സഹായമൊക്കെ കിട്ടാവുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട്. ഇനി മീനക്കുറുകാർക്കും മീനലഗ്നക്കാർക്കും ശുക്രൻ ഇടവൻ രാശിയിലേക്ക് രാശി മാറുന്നത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം. മീനക്കുറുകാർ എന്ന് പറയുമ്പോൾ പൂരിട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാന പാദം, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാരാണ്. ഇപ്പം മീനക്കുറുകാർക്കും മീനലഗ്നക്കാർക്കും ശുക്രൻ 3-ാം ഭാവാധിപനുമാണ്, അഷ്ടമ ഭാവാധിപനുമാണ്. ഏപ്രിൽ 19 ആ ശുക്രൻ 3-ാം ഭാവാധിപനായ ശുക്രൻ 3-ാം ഭവരാശിയിലേക്ക് രാശി മാറുകയാണ്. മെയ് 13 വരെ ആ 3-ാം ഭാവാധിപനായ ശുക്രൻ 3-ാം ഭവരാശിയിൽ ബലവാനായിരിക്കും എന്ന് മനസ്സിലാക്കുക. 3-ാം ഭാവാധിപനായ ശുക്രൻ 3-ലേക്കൊക്കെ ബലവാനായിട്ട് വരുമ്പോൾ നമുക്ക് സുഹൃത്തുക്കൾ, ബന്ധുക്കൾ ഇവരുടെയൊക്കെ ഒരു സഹായം ഈ സമയത്ത് പ്രതീക്ഷിക്കാം. അതുപോലെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ മെച്ചപ്പെടുന്ന സമയമാണ്. കമ്മ്യൂണിക്കേഷൻ കൊണ്ട് ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ്. ക്രിയേറ്റീവ് തലത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് ഗുണാനുഭവം ഉണ്ടാകും. ഇപ്പോൾ നമ്മൾ എഴുത്തുകാർ, പ്രസംഗം നടത്തുന്നവർ, പ്രഭാഷകർ, അതുപോലെ ഈ പബ്ലിഷേഴ്സ്, അതുപോലെ മീഡിയ പ്രവർത്തകർ, ഇവർക്കൊക്കെ വളരെ സന്തോഷാനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയമായിരിക്കും. പ്രത്യേകിച്ച് 3-ാം ഭാവാധിപനായ ശുക്രൻ 3-ൽ ബലവാനായിട്ട് വരിക വഴി. അപ്പോൾ ഈ കുറുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കഴിവുകൾ, അവരുടെ ആശയങ്ങൾ ഒക്കെ തന്നെ അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ അനുകൂല സമയമാണ്. അത് വിവിധ കലകളിലൂടെയൊക്കെ ഇപ്പോൾ കലകളിലൂടെയൊക്കെ ആശയങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്നവരെ സംബന്ധിച്ചപ്പോൾ ഇപ്പോൾ പെയിൻറ്റേഴ്സ്, അതുപോലെ തന്നെ ഈ ഡാൻസേഴ്സ്, അതുപോലെ പാട്ടുകാർ, അതുപോലെ മ്യൂസിക്കുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ, അവർക്കൊക്കെ ഈ 3-ലെ ശുക്രൻ വളരെ ഗുണം ചെയ്യും എന്ന് മനസ്സിലാക്കുക. പ്രത്യേകിച്ച് ബലവാനാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചിലപ്പോൾ അവർക്ക് യാത്രകളുണ്ടാകാം. അതുപോലെ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിനൊക്കെയുള്ള ഒരു മോട്ടിവേഷനൊക്കെ ഈ സമയത്ത് ഉണ്ടാകും. അതുപോലെ സഹോദരങ്ങൾ വഴി അയൽവക്കക്കാരുമായിട്ടൊക്കെയുള്ള ഒരു ബന്ധമൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട്. പൊതുവേ നമ്മൾ മനസ്സിലിരിക്കുന്ന കാര്യങ്ങൾ, മനസ്സിലിരിക്കുന്ന പ്ലാനുകൾ ഈ സമയത്ത് മറ്റുള്ളവരോട് ഷെയർ ചെയ്യാതിരിക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് ശുക്രൻ അഷ്ടമ ഭാവാധിപനും കൂടെയാണ്. അപ്പോൾ അഷ്ടമ ഭാവാധിപൻ 3-ൽ വരികയാണ്. 8-ാം ഭാവാധിപൻ 3-ലൊക്കെ വരുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഈ ഉള്ളിലിരിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മൾ എന്തെങ്കിലും യാത്രകൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇതൊന്നും കഴിവതും മറ്റുള്ളവരോട് ഈ സമയത്ത് പങ്കുവയ്ക്കരുത്. അപ്പോൾ കഴിവതും നമ്മൾ രഹസ്യ സ്വഭാവം നിലനിർത്തി വേണം പ്രവർത്തനങ്ങൾ നടത്തേണ്ടത് ഈ സമയത്ത്. പ്രത്യേകിച്ച് അഷ്ടമ ഭാവാധിപത്യം കൂടെ ആ ശുക്രൻ ഉണ്ട് എന്നുള്ളത് കൊണ്ട് 3-ാം ഭാവസംബന്ധമായ കാര്യങ്ങൾക്ക് നമ്മൾ അഷ്ടമ ഭാവാധിപൻ 3-ൽ വരുമ്പോൾ നമ്മൾ ഉള്ളിലിരിക്കുന്ന കാര്യങ്ങളൊക്കെ പുറത്തു പറയുമ്പോൾ അത് നമ്മുടെ പ്രവർത്തനത്തെ അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിലേക്ക് പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ ചിലരെ സംബന്ധിച്ചിടത്തോളം ഈ ചിലർക്ക് ഈ 8th ലോർഡിൻ്റെ 8-ാം ഭാവാധിപൻ 8-ൻ്റെ 8-ലാണ് ഈ 3-ാം ഭാവം എന്ന് പറയുന്നത്.
അപ്പോൾ 8-8 വരുമ്പോൾ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും ഓവർ അബ്ഡമൻ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ, എന്തെങ്കിലും ഇൻഫെക്ഷൻ, ഇപ്പോൾ കിഡ്നി സംബന്ധമായിട്ടോ അല്ലെങ്കിൽ ബ്ലാഡർ റിലേറ്റഡ് ആയിട്ടോ പ്രോസ്റ്റേറ്റ് സംബന്ധമായിട്ടോ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസൊക്കെ ഉള്ളവർക്ക്, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുള്ളവർക്ക് സഡൻ ആയിട്ടുള്ള റിക്കവറിക്ക് സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് അഷ്ടമ ഭാവാധിപൻ ഭാവത്തിൻ്റെ അഷ്ടമത്തിലാണ് ബലവാനായിട്ട് വരുന്നത്. അത് നമുക്ക് ഗുണാനുഭവം ഉണ്ടാക്കും, ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് റിലീഫ് ഉണ്ടാക്കും എന്ന് പറയാം. അതുപോലെ തന്നെ നമുക്ക് പ്രത്യേകിച്ച് മറ്റുള്ളവരെയൊക്കെ പരിചരിക്കുന്നതിലും അതുപോലെ നമ്മുടെ ചുമതലകളെ കൃത്യമായിട്ട് നിർവഹിക്കുന്നതിലുമൊക്കെ നമ്മൾ ഒരു ശ്രദ്ധ കൊടുത്ത് പോകേണ്ടുന്ന സമയമാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ 8-ാം ഭാവാധിപൻ ഭാവത്തിൻ്റെ 8-ൽ വരുന്നു. അതേസമയം നമുക്ക് ഈ ഗവേഷണമൊക്കെ നടത്തുന്നവർക്ക്, ശാസ്ത്രജ്ഞർക്ക്, അന്വേഷണ ഏജൻസിയിൽ പ്രവർത്തിക്കുന്നവർക്ക്, നിഗൂഢ ശാസ്ത്രം അഭ്യസിക്കുന്നവർക്ക് ഒക്കെ നമുക്ക് അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. അവരുടെ ഏരിയകളിൽ അവർക്ക് ആത്മവിശ്വാസം കൂടും, ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമായിരിക്കും. സാമ്പത്തികമായിട്ടും ഗുണാനുഭവം അവർക്ക് അത് അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ അവരുടെ മേഖലയിൽ ഉണ്ടാകും. ചിലർക്ക് ജീവിത പങ്കാളിയുമായിട്ടോ പാർട്ട്ണർഷിപ്പ് ബിസിനസ് വഴിയോ ഒക്കെ തന്നെ ചില ഭാഗ്യനേട്ടങ്ങൾ കിട്ടുന്നതിനും സാധ്യതയുണ്ട്. അതുപോലെ വിദേശ യാത്രയ്ക്കോ ദൂരയാത്രകൾക്കോ ഒക്കെ തന്നെ ചിലപ്പോൾ യാത്രകൾ പ്ലാൻ ചെയ്യുന്നതിന് സാധ്യതയുണ്ട്. ഉന്നത വിദ്യ അഭ്യസിക്കുന്നവർക്ക് പൊതുവെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ പ്രത്യേകിച്ച് 9-ലൊക്കെ ആ ശുക്രൻ്റെ ദൃഷ്ടി വരികയാണ്. അപ്പോൾ വിദേശത്ത് പഠനം, അതുപോലെ തീർത്ഥാടനം, അതുപോലെ ആത്മീയ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദൂരയാത്രകൾ, അതുപോലെ ഏതെങ്കിലും അങ്ങനെയൊക്കെയുള്ള ഗുരുക്കന്മാരെയൊക്കെ കണ്ടുമുട്ടുന്നതിനുള്ള സാധ്യതകൾ, അവരിൽ നിന്നൊക്കെ നമുക്ക് എന്തെങ്കിലും ഗുണാനുഭവങ്ങളൊക്കെ കിട്ടുന്നതിനൊക്കെ പ്രത്യേകിച്ച് ആ ശുക്രൻ ഭാഗ്യസ്ഥാനത്തേക്കൊക്കെ ദൃഷ്ടി ചെയ്യുന്നത് ഗുണാനുഭവം ഉണ്ടാക്കും. അപ്പോൾ പൊതുവെ അനുകൂലമായിട്ടുള്ള സ്ഥിതി ഉണ്ടാകും എന്ന് തന്നെ പറയാം. ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് മുക്തി ഉണ്ടാകും. അതുപോലെ പ്രത്യേകിച്ച് കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ, പുതിയ കോഴ്സുകളിൽ, പുതിയ പഠനങ്ങളിൽ, ഇവയിലൊക്കെ നമ്മൾ എല്ലാത്തിലും നമുക്ക് തിളങ്ങാൻ കഴിയുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.